ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പറഞ്ഞ പോലെ ബാഗ് അവിടെ വെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ. വേഗം ബാഗ് അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. Sir. Get up! സ്വന്തം പേരക്കുട്ടിയെ തന്നെ എന്തിനാ തട്ടിക്കൊണ്ടുപോയേ? സാറേ, എന്റെ പേരക്കുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ടുപോകും? കാശിന് വേണ്ടി പേരക്കുട്ടിയല്ല, സ്വന്തം മോളെ പോലും തട്ടിക്കൊണ്ടുപോകുന്ന കാലം അത്. നിനക്കതൊന്നും അറിയില്ല അലക്സ്. സാറേ, സത്യമായിട്ട് ഞാൻ തട്ടിക്കൊണ്ട് പോയിട്ടില്ല അലക്സ്. വെറുതെ കൈവെക്കണ്ടെന്ന് ഇരിക്കാൻ ഞാൻ. സർ, ഫോറൻസിക് റിപ്പോർട്ട്. നീ തട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ ബാരിക്കേഡിന്റെ പുറത്ത് നിന്റെ കൈരേഖ എങ്ങനെയാ വന്നേ? സാറേ, ഞാൻ സത്യം പറയാം സാർ. എന്റെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോ ഞാൻ കാറിലായിരുന്നു. ഒരു ഫോൺ കോൾ വന്നു, ഞാനത് എടുത്ത് സംസാരിച്ചു. നിന്റെ പേരക്കുട്ടി എന്റെ അടുത്താ ഉള്ളത്. അവള് ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നീ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സാർ. അലക്സ്, അതിനുശേഷം അവൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ആണ് സാർ ഞാൻ ഫോളോ ചെയ്ത്. കലൂരിലുള്ള ഒരു കുപ്പത്തെട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിലൊരു മാസ്ക് ഉണ്ടായിരുന്നു. അതും ധരിച്ചുകൊണ്ട് ഒരു ബിൽഡിങ്ങിലേക്ക് പോകാൻ പറഞ്ഞു. ശേഷം നടന്നതൊക്കെ സാറിന് അറിയാലോ. ഞാൻ നിങ്ങളുടെ കയ്യിൽ അകപ്പെട്ടപ്പോഴാണ് എന്റെ മോളോട് ആ കാശ് മേടിച്ചതെന്ന് ഞാൻ അറിയുന്നത്. കാശ് എടുത്തതിന് ശേഷം അത് അടുത്തുള്ള ഒരു കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത നിന്റെ പേരക്കുട്ടി ജീവനോടെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ നിന്റെ പേരക്കുട്ടിയുടെ ശവം പോലും നിനക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോ അതിലൊരു നമ്പറും ഇല്ലായിരുന്നു. സാർ, അത് എന്റെ ഫോണല്ലായിരുന്നു, അത് കാറിൽ കിടന്നതാ. സംസാരിച്ച് കഴിഞ്ഞുകൊണ്ട് വലിച്ചെറിയാൻ പറഞ്ഞു, ഞാൻ വലിച്ചെറിഞ്ഞു. എടോ, ഡിപ്പാർട്ട്മെന്റിലുള്ള താൻ ഒരു കിഡ്നാപ്പർ പറയുന്നൊക്കെ ചെയ്യൂ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്റെ പേരക്കുട്ടി എനിക്ക് ജീവന. എനിക്ക് എന്റെ പേരക്കുട്ടിയെ വേണം സാർ. എന്റെ പേരക്കുട്ടി എനിക്ക് വേണം സാർ.
എടാ അളിയ ബ്രേക്കപ്പ് പാർട്ടിയാണോ ഇത്? നീ ഗോവയിൽ ആദ്യമായിട്ടല്ലേ? ഇവിടെ ബ്രേക്കപ്പ് പാർട്ടി എങ്ങനെയാ നടക്കുന്നത്? ഇത്രയും ചെലവ് ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയല്ലേ? പക്ഷെ ഇത് നടത്തുന്നവൻ വിഷമിച്ചിരിക്കുകയായിരിക്കില്ലേ? ആര് വിഷമിച്ചിരിക്കുന്നെന്ന്? ദാ നിൽക്കുന്നവൻ. എന്താടാ ഇത്? ഭയങ്കര സന്തോഷത്തിലാണല്ലോ അവൻ. ഇത് കണ്ട അവന്റെ കാമുകയ്ക്ക് ഫീൽ ആവില്ലേ? അവളോ? ദാ അങ്ങോട്ട് നോക്ക്. അവിടെ ഇപ്പോഴത്തെ ഫീൽ കണ്ടോ? ഹായ്. ഓ എന്താടാ ഇത്? നീ വാ. മച്ചാ. മച്ചാനെ, എടാ. എന്തൊക്കെയാ? സുഖാണ്. ഹായ് റിയ. ഹായ്. ഇതെന്റെ ഫ്രണ്ട് ഭരത്. ഹായ്. ഹായ് ഭരത്. എന്താളിയാ അവന്റെ മുഖം വല്ലാതിരിക്കുന്നു? അതൊന്നുമല്ലടാ, എങ്ങനെ വിഷയം അറിയാതെ ചമ്മിയിരിക്കുക. സിമ്പിൾ ബ്രദർ. ഇതിനെക്കാട്ടിലും നല്ലൊരു ചെറുക്കനെ കിട്ടുമെന്ന് ആഗ്രഹിച്ചാൽ മതി. ഇതിനെക്കാട്ടിലും വലിയൊരു പാർട്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ബ്രദർ. താങ്ക് യു. പറഞ്ഞു തീർക്കുന്നുള്ളിൽ ഹായ്. എന്തൊരു ചെറുക്കാളിയാ. ഹായ് ബേബി. ഹായ് റിയ. Hi. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കൈ തരത്തില്ലല്ലേ? മച്ചാ, മച്ചാ, നീ ഇതുവരെ പോയില്ലടാ. അങ്ങോട്ട് നോക്കടാ. അതെ. എടാ കള്ളു തീർന്നു പോടാ, പെട്ടെന്ന് പോടാ. ആരാടി ഇവള്? എന്ത് രസമാടി കാണാൻ. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് രജീന. ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ? ഇത്രയും ദിവസമായിട്ട് എന്നെ കാണിച്ചില്ലല്ലോ നീ. ഇവൾ ഇപ്പോഴാണ് ഗോവയിലേക്ക് വന്നത്. ഗോവയിലോട്ട് വന്നില്ലേ? ആ? ഇനി ഞാൻ കാണിച്ചു തരാം. ദേ, നമ്മുടെ തലമ വന്നല്ലോ. ഹായ്. വാടാ. ഹായ്. എങ്ങനെ മച്ചാനെ കറക്റ്റ് ടൈമിന് വന്നേ? ഞാൻ കറക്റ്റ് സമയത്തല്ല വന്നത്. കറക്റ്റ് ആയ സമയം ഇപ്പോഴാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ആ അത് കറക്റ്റ് തന്നെ. പക്ഷേ നിന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ടാ. അതുകൊണ്ട് നിന്റെ സ്ഥാനം അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നത്. എന്റെ സ്ഥാനം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവൂടാ. ആദ്യം നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഹായ് ഗൈസ്. ആസ് യു ഓൾ നോ, എനിക്കും കൗശിക്കിനും ഇപ്പൊ ബ്രേക്കപ്പ് ആയി. ഇനി ആർക്ക് വേണമെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്യാം. വാട്ട്സ് ഏ? കൂടെ ഒരു പെണ്ണുള്ളപ്പോ തന്നെ പല പേര് വന്ന് ട്രൈ ചെയ്യാറുള്ളതാ. ഇല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ വിടുവോ? ഐ ലവ് യു. ഐ ലവ് യു ടു. നമ്മൾ തമ്മിലും ബ്രേക്കപ്പ് ആയാ നീയും ഇതുപോലെ തന്നെ പെട്ടെന്ന് മൂവ് ഓൺ ആയിട്ട് വേറെ പെണ്ണിന്റെ പുറകെ പോവാൻ നിൽക്കോ? ഇനി അഥവാ നീ പോയാലും ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, നിന്നെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഏയ്, ആരടുത്ത് നീ എന്തൊക്കെയാ പറയണേ? എന്റെ തലവൻ അന്നും ഇന്നും എന്നും മന്മഥൻ തന്നെ. ഇങ്ങനെ ഡയലോഗ് അടിച്ചെന്നെ നിങ്ങൾ എന്റെ വാല്യൂ കളയിലോടാ. ഗ്രേറ്റ്, ക്യാരി ഓൺ. അറിയാ കണ്ടില്ലേ, അവള് പോയി. നിന്റെ വാർത്തൊന്നും അവൾക്ക് അറിയില്ലടാ. ഇപ്പൊ നീ ഓക്കെ പറയടാ. ഇവളെന്തൊക്കെയാണ് ഏത് പെണ്ണ് നിന്റെ പുറകെ വരും? ആരാണെങ്കിലും വരും അല്ലേ? ഏതെങ്കിലും ഫിഗർ എന്തിനാ, ഞാൻ തന്നെ വരാം. എന്താണ് ചെയ്യുന്നേ? അവന്റെ ഫ്രണ്ടാടി. പക്ഷെ മാലിക്, എനിക്ക് ബ്രേക്കപ്പ് ആയില്ലേ? നിനക്ക് ബ്രേക്കപ്പ് ആയിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ കാരണം എനിക്ക് ബ്രേക്കപ്പ് ആകുമ്പോഴാണ്. സോ ഒന്ന് മാറി നിൽക്ക്. നീയൊക്കെ ഒരു പെണ്ണോടി.